ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സ്പോർട്സ് ഇവന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഫിഫ വേൾഡ് കപ്പ് തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇതൊരു സ്പോർട്സ് ഇവന്റ് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഇവന്റുകൾ ഒന്നുകൂടിയാണ്. ഫുട്ബോൾ, ടൂറിസം, അഡ്വർടൈസ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കൂടി ചേർന്ന് നടക്കുന്ന ഒരു ഇവന്റാണ് ഫിഫ വേൾഡ് കപ്പ്. 1930 ഉറുഗ്വേയിലാണ് ഫിഫ വേൾഡ് കപ്പ് ആദ്യമായി നടക്കുന്നത്. അന്നാണെന്നുണ്ടെങ്കിൽ 13 രാജ്യങ്ങളാണ് ഫിഫയുടെ ഭാഗമാവുന്നത്. പക്ഷേ ഇന്ന് 2026 അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നടക്കുന്ന വേൾഡ് കപ്പിൽ 48 ടീമുകളാണ് അല്ലെങ്കിൽ രാജ്യങ്ങളാണ് ഈ ഫിഫയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഫിഫയുടെ ഭാഗമായിട്ട് വേൾഡ് കപ്പിൽ അരങ്ങേറുന്നത്. കഴിഞ്ഞ 2022 ലോകകപ്പ് ഫൈനൽ അർജന്റീനയും ഫ്രാൻസും തമ്മിലായിരുന്നു. ഏകദേശം 1.5 ബില്യൺ ആളുകളാണ് ഈ ഒരു മത്സരം മാത്രം കണ്ടിട്ടുള്ളത്. ഇത് വേൾഡ് കപ്പിന്റെ ജനപ്രീതി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇത്രയും അധികം രാജ്യങ്ങളിലേക്ക് ഫിഫ വേൾഡ് കപ്പ് എന്ന ഇവന്റ് എത്തുന്നത് കൊണ്ട് തന്നെ ഫിഫ വലിയ രീതിയിലാണ് ഈ ഒരു ഇവന്റിൽ നിന്ന് റവന്യൂ ഏൺ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2022 ഖത്തർ വേൾഡ് കപ്പിൽ നിന്ന് മാത്രം ഏകദേശം $7.5 ബില്യൺ ആണ് ഫിഫ ഈ ഒരു ഇവന്റിൽ നിന്ന് ഏൺ ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 6 ലക്ഷം കോടി രൂപയിലധികം. എവിടെ നിന്നാണ് ഫിഫയ്ക്ക് ഇത്രയും റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതിൽ പ്രധാനമായും ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിൽ നിന്ന് തന്നെയാണ്. അതായത് ഓരോ രാജ്യങ്ങളിലും ഫിഫ വേൾഡ് കപ്പ് സംരക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് OTT പ്ലാറ്റ്ഫോംസ് ആണെന്നുണ്ടെങ്കിലും ടെലിവിഷൻ കമ്പനികളാണെന്നുണ്ടെങ്കിലും വലിയൊരു തുകയാണ് ഫിഫയ്ക്ക് നൽകുന്നത്. അതിൽ നിന്ന് മാത്രം ഏകദേശം $4.6 ബില്യൺ ആണ് ഫിഫയ്ക്ക് വരുമാനമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമതായിട്ട് സ്പോൺസർഷിപ്പാണ്. കൊക്കക്കോള, അഡിഡാസ് പോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഏകദേശം ഒരു $1.8 ബില്യൺ ആണ് സ്പോൺസർഷിപ്പ് എമൗണ്ട് ആയിട്ട് ഫിഫയ്ക്ക് നൽകുന്നത്. അപ്പം സ്പോൺസർഷിപ്പിൽ നിന്നും വലിയൊരു എമൗണ്ട് ഫിഫയ്ക്ക് റവന്യൂ ആയിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ വർഷം 2022 ഖത്തർ വേൾഡ് കപ്പിൽ നിന്ന് $700 മില്യൺ ആണ് ടിക്കറ്റ് സെയിൽസ് മാത്രം റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഫിഫയുടെ ഭാഗമായിട്ടുള്ള ജേഴ്സി, അതേപോലെ തന്നെ സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ഫുട്ബോൾ, ഇങ്ങനെയുള്ള മെർച്ചൻഡൈസ് ഗുഡ്സുകളിൽ നിന്ന് മാത്രം ഏകദേശം ഒരു $500 മില്യൺ റവന്യൂ ആയിട്ട് ഫിഫക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ്, അതായത് 2022 വേൾഡ് കപ്പ് ഖത്തറിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഖത്തർ എന്ന രാജ്യം ഈ ഒരു വേൾഡ് കപ്പ് ഇവന്റ് നടക്കാൻ വേണ്ടിയിട്ട് $220 ബില്യൺ ആണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളും വീണ്ടും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഒരു രാജ്യത്ത് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, ലൈക്ക് ടൂറിസം ഡെവലപ്പ് ആവുന്നു, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഡെവലപ്പ് ആവുന്നു, അവിടുത്തെ സ്റ്റേഡിയങ്ങൾ ഡെവലപ്പ് ആവുന്നു. സോ ഓട്ടോമാറ്റിക്കലി അവിടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ആഫ്റ്റർ ഓൾ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ വരുന്നു, അവിടത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. സോ ടോട്ടലി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ആ രാജ്യത്തിലെ ആളുകളും ആ രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥകളും ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഫിഫ വേൾഡ് കപ്പ് വെറും ഒരു സ്പോർട്സ് ഇവന്റ് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഇവന്റ് കൂടിയായി മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.